ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ലൂബ്രിക്കൻസ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ലൂബ്രിക്കൻസ് വരെയാണ് പറഞ്ഞു നിർത്തിയത്. അപ്പോൾ നമുക്ക് ഓരോ പ്രോപ്പർട്ടീസ് ആയിട്ട് നോക്കാം. നമുക്ക് 6 പ്രോപ്പർട്ടിയാണ് പഠിക്കാനുള്ളത്. വിസ്കോസിറ്റി ഇൻഡെക്സ്, ഫ്ലാഷ് പോയിൻ്റ്, ഫയർ പോയിൻ്റ്, ക്ലൗഡ് പോയിൻ്റ്, പോർ പോയിൻ്റ് ആൻഡ് അനലിൻ പോയിൻ്റ്. അപ്പോൾ എന്തിനാണ് നമ്മൾ ഈ ലൂബ്രിക്കൻറ്റിൻ്റെ പ്രോപ്പർട്ടി മെഷർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ലൂബ്രിക്കൻസ് യൂസ് ചെയ്യുന്നത് മെഷീൻ പാർട്സിൻ്റെ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടിയാണ്. അത് വെച്ച് നമുക്ക് മെഷീൻ പാർട്സിനുണ്ടാകുന്ന ഡാമേജസ് ഒക്കെ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഈ ഓരോ പ്രോപ്പർട്ടിയും അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ മെഷീൻ പാർട്സിൽ ഏത് ലൂബ്രിക്കൻ്റ് ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കുന്നത്. ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ് വിസ്കോസിറ്റി ഇൻഡെക്സ്, VI. വിസ്കോസിറ്റി എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. ഒരു ലിക്വിഡിന് ഫ്ലോ ചെയ്യാനുള്ള ആ റെസിസ്റ്റൻസിനെയാണ് നമ്മൾ വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഹണിയും വാട്ടറോട് എടുത്താൽ മോർ വിസ്കസ് ആരാണ്? ഹണിയാണ്. ഹണിക്ക് ഫ്ലോ ചെയ്യാൻ ഉള്ളൊരു റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ വിസ്കോസിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ടു ദ മോഷൻ ഓഫ് എ ലിക്വിഡ്. ഇനി വിസ്കോസിറ്റി ഇറ്റ് ഡിറ്റർമൈൻസ് ദ ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ലൂബ്രിക്കൻ്റ്. അതായത് നമ്മൾ മെഷീൻ പാർട്സിൽ ഉപയോഗിക്കുന്ന ലൂബ്രിക്കൻ്റ് ഹൈ ടെമ്പറേച്ചറിൽ ഉപയോഗിക്കണോ ലോ ടെമ്പറേച്ചറിൽ ഉപയോഗിക്കണോ എന്ന് തീരുമാനിക്കുന്നത് വിസ്കോസിറ്റി ഇൻഡെക്സ് ആണ്. വിസ്കോസിറ്റി ഓഫ് ആൻ ഓയിൽ ഡിക്രീസസ് വിത്ത് ടെമ്പറേച്ചർ ഇൻക്രീസ്. അതായത് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് വിസ്കോസിറ്റി കുറയും. രണ്ടും ഇൻവേഴ്സലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ ഈ ടെമ്പറേച്ചറിനനുസരിച്ചുള്ള വിസ്കോസിറ്റി, ഒരു ഓയിലിൻ്റെ വിസ്കോസിറ്റിയാണ് നമ്മൾ വിസ്കോസിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത്. ദിസ് വേരിയേഷൻ ഓഫ് വിസ്കോസിറ്റി വിത്ത് ടെമ്പറേച്ചർ ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ വിസ്കോസിറ്റി ഇൻഡെക്സ്. Viscosity index is a number which characterizes lubricating oil in the automotive industry and it is related to the molecular structure of the lubricating oil. ആദ്യമേ നമ്മൾ പറഞ്ഞായിരുന്നു ലൂബ്രിക്കേറ്റിംഗ് ഓയിലിൻ്റെ ഓപ്പറേറ്റിംഗ് കണ്ടീഷൻസിനെ പറ്റിയാണ് വിസ്കോസിറ്റി ഇൻഡെക്സ് പറയുന്നത്. അതുപോലെ തന്നെ ഈ വിസ്കോസിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത് ലൂബ്രിക്കേറ്റിംഗ് ഓയിലിൻ്റെ മോളിക്കുലർ സ്ട്രക്ചറിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അടുത്തതാണ് സിഗ്നിഫിക്കൻസ് ഓഫ് വിസ്കോസിറ്റി ഇൻഡെക്സ്. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് വിസ്കോസിറ്റി ഇൻഡെക്സിൻ്റെ സിഗ്നിഫിക്കൻസ്. അപ്പം പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഫോർ ഗുഡ് ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ദ വേരിയേഷൻ ഓഫ് വിസ്കോസിറ്റി വിത്ത് ടെമ്പറേച്ചർ മസ്റ്റ് ബി മിനിമം. അതായത് നല്ലൊരു ലൂബ്രിക്കേറ്റിംഗ് ഓയിലാണെങ്കിൽ അതിൻ്റെ വിസ്കോസിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. ഫോർ ഗുഡ് ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ വിസ്കോസിറ്റി ഇൻഡെക്സ് ഈസ് ഹൈ. അപ്പോൾ നമ്മൾ ഇൻഡസ്ട്രിയിലൊക്കെ മെഷീൻ പാർട്സിൽ ഹൈ വിസ്കോസിറ്റി ഇൻഡെക്സ് ഉള്ള ഫ്ലൂയിഡ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതാണ് വിസ്കോസിറ്റി ഇൻഡെക്സിൻ്റെ സിഗ്നിഫിക്കൻസ്. നെക്സ്റ്റ്, ഡിറ്റർമിനേഷൻ ഓഫ് വിസ്കോസിറ്റി ഇൻഡെക്സ്. അപ്പോൾ വിസ്കോസിറ്റി ഇൻഡെക്സ് ഈക്വൽ ടു L-U ഡിവൈഡഡ് ബൈ L-H ഇൻറ്റു 100, വെയർ U ഈക്വൽ ടു വിസ്കോസിറ്റി ഓഫ് ദ ഓയിൽ അണ്ടർ ടെസ്റ്റ് അറ്റ് 100 ഡിഗ്രി ഫാരൻഹീറ്റ്. അതായത് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ എടുക്കുന്ന ലൂബ്രിക്കേറ്റിംഗ് ഓയിലിൻ്റെ വിസ്കോസിറ്റിയാണ് U എന്ന് കൊടുത്തിരിക്കുന്നത്. L എന്ന് പറയുന്നത് ലോ വിസ്കസ് സ്റ്റാൻഡേർഡ് ഓയിലാണ്, അതായത് ലോ വിസ്കോസിറ്റി ഉള്ളത്. അടുത്ത H എന്ന് പറയുന്നത് ഹൈ വിസ്കോസിറ്റി ഉള്ള ഓയിലാണ്. അപ്പം ഇതാണ് വിസ്കോസിറ്റി ഇൻഡെക്സിൻ്റെ ഇക്വേഷൻ. അപ്പോൾ നമ്മൾ സിഗ്നിഫിക്കൻസ് പറഞ്ഞല്ലോ, സിഗ്നിഫിക്കൻസ് ചോദിച്ചാലും അതിൻ്റെ കൂടെ ഈ ഇക്വേഷനോട് എഴുതണം. രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് ഫ്ലാഷ് പോയിൻ്റ്. It is the lowest temperature at which the oil lubricant gives off enough vapors that ignite for a moment when a small flame is brought near it. അതായത് നമ്മുടെ ലൂബ്രിക്കൻ്റ് ഓയിലിൻ്റെ വേപ്പേഴ്സ് എന്ന് പറയുന്നത് നമ്മളൊരു ചെറിയൊരു ഫ്ലെയിം അതിനടുത്തോട്ട് കൊണ്ടുവരുന്ന സമയത്ത് ഒരു സെക്കൻഡ് സമയത്തേക്ക് അതൊന്ന് ബേൺ ചെയ്യും. അതിനെയാണ് ഫ്ലാഷ് പോയിൻ്റ് എന്ന് പറയുന്നത്. അതായത് ആ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അത് ബേൺ ചെയ്യാനുള്ള ഏറ്റവും ലോവസ്റ്റ് ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ഫ്ലാഷ് പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് നമ്മൾ ഹൈ ടെമ്പറേച്ചർ സർവീസിലൊക്കെ ഓയിൽ വരുന്ന സമയത്താണ് ഫ്ലാഷ് പോയിൻറ്റിന് ഇമ്പോർട്ടൻസ് വരുന്നത്. പിന്നെ ഫ്ലാഷ് പോയിൻ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് പെൻസ്കി മാർട്ടിൻസ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ഫ്ലാഷ് പോയിൻ്റ് ഈസ് 5 ഡിഗ്രി സെൽഷ്യസ് ടു 40 ഡിഗ്രി സെൽഷ്യസ് ലോവർ ദാൻ ഫയർ പോയിൻ്റ്. ഫയർ പോയിൻറ്റും ലൂബ്രിക്കേറ്റിംഗ് ഓയിലിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്, അത് നമ്മൾ അടുത്ത പറയും. അപ്പം ഈ ഫയർ പോയിൻറ്റിനേക്കാളും ഫ്ലാഷ് പോയിൻ്റ് എന്ന് പറയുന്നത് എപ്പോഴും 5 ഡിഗ്രി അല്ലെങ്കിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെ കുറവായിരിക്കും. പിന്നീട് ഇറ്റ് ഈസ് യൂസ്ഡ് ടു അസസ് ദ റിസ്ക് ഓഫ് മെറ്റീരിയൽസ് ടു സപ്പോർട്ട് കമ്പഷൻ. അതായത് ബേണിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന മെറ്റീരിയൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഫ്ലാഷ് പോയിൻ്റ് യൂസ് ചെയ്യാം.
തേർഡ് പ്രോപ്പർട്ടിയാണ് ഫയർ പോയിന്റ്. ദ ലോവസ്റ്റ് ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ വേപ്പേഴ്സ് ഓഫ് ദാറ്റ് ഓയിൽ ബേൺ കണ്ടിന്യൂസ്ലി ഫോർ അറ്റ്ലീസ്റ്റ് 5 seconds വെൻ എ ടൈനി ഫ്ലെയിം ഈസ് ബ്രോട്ട് നിയർ ഇറ്റ്. ഇവിടെയും നമ്മൾ എടുക്കുന്നത് ഓയിലിൻ്റെ വേപ്പറാണ്. അതിനടുത്തോട്ട് ഒരു ഫ്ലെയിം കൊണ്ടുവരുന്ന സമയത്ത് അത് അറ്റ്ലീസ്റ്റ് 5 സെക്കൻഡ് സമയത്തേക്കെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ബേൺ ചെയ്യുവാണെങ്കിൽ ആ ടെമ്പറേച്ചർ, ഏത് ടെമ്പറേച്ചറിലാണോ ബേൺ ചെയ്തത് ആ ലോവസ്റ്റ് ടെമ്പറേച്ചറാണ് ആ ഓയിലിൻ്റെ ഫയർ പോയിൻ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഫ്ലാഷ് പോയിൻ്റ് പറഞ്ഞത് എന്താണ്, ഒരു മൊമെൻ്റ് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് സമയത്തേക്ക് നിൽക്കുവാണെങ്കിലാണ് ഫ്ലാഷ് പോയിൻ്റ്. ഇതൊരു അറ്റ്ലീസ്റ്റ് 5 seconds സമയത്തേക്കെങ്കിലും ബേൺ ചെയ്യുവാണെങ്കിൽ അതാണ് ഫയർ പോയിൻ്റ്. ഇനി ഇറ്റ് ഈസ് യൂസ്ഡ് ടു അസസ് ദ റിസ്ക് ഓഫ് ഹസാഡസ് നേച്ചർ ഓഫ് എ മെറ്റീരിയൽ. ഒരു മെറ്റീരിയൽ ഹസാഡസ് ആണോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ നമുക്ക് ഫയർ പോയിൻ്റ് ഉപയോഗിക്കാം. ഫയർ പോയിൻ്റ് ഈസ് ഹയർ ദാൻ ഫ്ലാഷ് പോയിൻ്റ്. ഫ്ലാഷ് പോയിൻറ്റിനേക്കാളും എപ്പോഴും വാല്യൂ കൂടുതലായിട്ട് നിൽക്കുന്നത് ഫയർ പോയിൻറ്റിനായിരിക്കും. നെക്സ്റ്റ് പോയിൻ്റ്, ഇറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ പെൻസ്കി മാർട്ടിൻ അപ്പാരറ്റസ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്ലാഷ് പോയിൻ്റ് കണ്ടുപിടിക്കുന്ന അതേ ഇൻസ്ട്രുമെൻ്റ് തന്നെയാണ് ഫയർ പോയിൻ്റ് കണ്ടുപിടിക്കാനും ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് പ്രോപ്പർട്ടിയാണ് ക്ലൗഡ് പോയിൻ്റ്. ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ ലൂബ്രിക്കൻ്റ് ഓയിൽ ബിക്കംസ് ക്ലൗഡി ഓർ ഹേസി ഇൻ അപ്പിയറൻസ് കോൾഡ് ഇറ്റ്സ് ക്ലൗഡ് പോയിൻ്റ്. അതായത് ഏത് ടെമ്പറേച്ചറിൽ വെച്ചാണോ ലൂബ്രിക്കൻ്റ് ഓയിൽ ക്ലൗഡിനെസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിനെയാണ് ക്ലൗഡ് പോയിൻ്റ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ 2 ബോട്ടിലുണ്ട്. ആദ്യത്തെ ബോട്ടിലെ ലൂബ്രിക്കൻ്റ് ഓയിൽ എന്ന് പറയുന്നത് നല്ല ക്ലിയർ ആണ്. രണ്ടാമത്തെ ബോട്ടിലാണെങ്കിൽ അത് ക്ലിയർ അല്ല, ഒരു ക്ലൗഡി ഫോമിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഏത് ടെമ്പറേച്ചറിലാണോ അങ്ങനെ ഒരു ഫോർമേഷൻ ഉണ്ടാവുന്നത് ആ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ക്ലൗഡ് പോയിൻ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിൻ്റ്, ക്ലൗഡ് പോയിൻ്റ് ഈസ് ഓൾസോ കോൾഡ് വാക്സ് അപ്പിയറൻസ് പോയിൻ്റ്. ക്ലൗഡ് പോയിൻറ്റിനെ പറയുന്ന വേറൊരു പേരാണ് വാക്സ് അപ്പിയറൻസ് പോയിൻ്റ്, WAP. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ സ്യൂട്ടബിലിറ്റി ഓഫ് ലൂബ്രിക്കൻ്റ് ഓയിൽ ഇൻ കോൾഡ് കണ്ടീഷൻസ്. അതായത് ടെമ്പറേച്ചർ കുറയുന്ന സമയത്ത്, ലോ ടെമ്പറേച്ചർ കണ്ടീഷൻസിൽ നമുക്ക് ഏത് ലൂബ്രിക്കൻ്റ് ഓയിൽ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു തരുന്നതാണ് ക്ലൗഡ് പോയിൻ്റ് എന്ന് പറയുന്നത്. അതായത് സിമിലർ പ്രോപ്പർട്ടി ഉള്ള കുറേ ഓയിൽ എടുത്ത് തന്നാൽ അതിൽ നിന്ന് ഏത് ഓയിലാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്, അറ്റ് ലോ ടെമ്പറേച്ചറിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു തരുന്നതാണ് ക്ലൗഡ് പോയിൻ്റ്. നെക്സ്റ്റ് ഫിഫ്ത്ത് പ്രോപ്പർട്ടിയാണ് പോർ പോയിൻ്റ്. ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ ലൂബ്രിക്കൻ്റ് ഓയിൽ സീസ് ടു ഫ്ലോ ഓർ പോർ ഈസ് കോൾഡ് ഇറ്റ്സ് പോർ പോയിൻ്റ്. ഏത് ടെമ്പറേച്ചറിൽ വെച്ചാണോ ലൂബ്രിക്കൻ്റ് ഓയിൽ ഫ്ലോ ചെയ്യാൻ തുടങ്ങുന്നത് ആ പർട്ടിക്കുലർ പോയിൻറ്റിനെ പറയുന്ന പേരാണ് പോർ പോയിൻ്റ്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ സ്യൂട്ടബിലിറ്റി ഓഫ് ലൂബ്രിക്കൻ്റ് ഓയിൽ അറ്റ് ലോ ടെമ്പറേച്ചർ. അതായത് ലോ ടെമ്പറേച്ചറിൽ നമ്മൾ ഏത് ലൂബ്രിക്കൻ്റ് ഓയിൽ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു തരുന്നതാണ് പോർ പോയിൻ്റ്. നെക്സ്റ്റ് പ്രോപ്പർട്ടിയാണ് അനിലിൻ പോയിൻ്റ്. ദ അനിലിൻ പോയിൻ്റ് ഓഫ് ആൻ ഓയിൽ ഈസ് ഡിഫൈൻഡ് ആസ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ഈക്വൽ വോളിയൂംസ് ഓഫ് അനിലിൻ ആൻഡ് ദ ഡിസൈർഡ് ഓയിൽ ആർ കംപ്ലീറ്റ്ലി മിസിബിൾ. അനിലിൻ പോയിൻ്റ് ഈസ് എ മെഷർ ഓഫ് ആരോമാറ്റിക് കണ്ടൻറ്റ് ഓഫ് ദ ഓയിൽ. അപ്പോൾ നമുക്ക് അനിലിൻ പോയിൻ്റ് എന്ന് പറയുന്നത് എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഒരു ഓയിലിലെ ആരോമാറ്റിക് കണ്ടൻറ്റ് എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമുക്കിപ്പോൾ ഏത് ഓയിലിൻ്റെ ആണോ അനിലിൻ പോയിൻ്റ് കണ്ടുപിടിക്കേണ്ടത് ആ ഓയിലും അനിലിനും എടുക്കും. രണ്ടും ഈക്വൽ വോളിയം ആയിരിക്കണം. എന്നിട്ട് നമ്മൾ അതിനെ മിക്സ് ചെയ്യും. അപ്പോൾ കംപ്ലീറ്റ്ലി മിസിബിൾ ആകുന്നിടം വരെ, മിസിബിൾ എന്ന് പറഞ്ഞാൽ 2 കമ്പോണൻറ്റും കൂടി ചേർന്ന് ഒരൊറ്റ കമ്പോണൻ്റ് ആയിട്ട് മാറണം. ആ ടെമ്പറേച്ചർ, അതായത് കംപ്ലീറ്റ്ലി മിസിബിൾ ആവുന്ന ആ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ അനിലിൻ പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അനിലിൻ പോയിൻ്റ് നമുക്ക് ആ ഓയിലിനകത്തുള്ള ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺ കണ്ടൻറ്റ് എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കി തരും. ലോ അനിലിൻ പോയിൻ്റ്, ഓയിൽ ഹാവ് ഹൈ ആരോമാറ്റിക് കണ്ടൻറ്റ് വിച്ച് അറ്റാക്സ് റബ്ബർ ട്യൂബ്. അപ്പം നമ്മൾ എടുക്കുന്ന ഓയിലിന് ലോ അനിലിൻ പോയിൻ്റ് ആണെങ്കിൽ അതിനകത്തുള്ള ആരോമാറ്റിക് കണ്ടൻറ്റ് ഹൈ ആയിരിക്കും. അത് നമ്മുടെ മെഷീൻ പാർട്സിൽ ഉപയോഗിക്കുന്ന റബ്ബർ ട്യൂബിനെ അറ്റാക്ക് ചെയ്യും. നെക്സ്റ്റ് ആണ് ഡിറ്റർമിനേഷൻ ഓഫ് അനിലിൻ പോയിൻ്റ്. അപ്പോൾ അനിലിൻ പോയിൻ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളൊരു ടെസ്റ്റ് ട്യൂബിൽ ഈക്വൽ വോളിയൂംസ് ഓഫ് അനിലിനും സാമ്പിൾ ഓയിലും എടുക്കും. എന്നിട്ട് ടെസ്റ്റ് ട്യൂബിനെ ഹീറ്റ് ചെയ്യും. അപ്പം ഹോമോജീനിയസ് സൊല്യൂഷൻ ഫോം ചെയ്യും, അതായത് കംപ്ലീറ്റ്ലി മിസിബിൾ ആവും. എന്നിട്ട് ഈ സൊല്യൂഷനെ നമ്മൾ കൂൾ ചെയ്യിപ്പിക്കുമ്പം അതിനകത്ത് ടെസ്റ്റ് ട്യൂബിൽ ഒരു ക്ലൗഡിനെസ് അപ്പിയർ ചെയ്യും. ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് സെപ്പറേഷൻ ഓഫ് 2 phases ദാറ്റ് ഈസ് അനിലിൻ ആൻഡ് ഓയിൽ ടേക്സ് പ്ലേസ് ഈസ് ദ അനിലിൻ പോയിൻ്റ്. അപ്പം ഏത് ടെമ്പറേച്ചറിൽ വെച്ചാണോ 2 ഫേസസിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നത് അതാണ് അനിലിൻ പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പം അനിലിൻ പോയിൻ്റ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ മിക്സിംഗ് ആൻ ഈക്വൽ വോളിയം ഓഫ് ദ ഓയിൽ ആൻഡ് അനിലിൻ ഇൻ എ ടെസ്റ്റ് ട്യൂബ്
the mixture is heated till a homogeneous solution is obtained. Then the test tube is allowed to cool at a controlled rate. The temperature at which the two phases separates out is recorded as aniline point. നെക്സ്റ്റ് നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ നീഡ് ഓഫ് ഡിറ്റർമൈനിങ് അനിലിൻ പോയിന്റ് ഓഫ് എ ലൂബ്രിക്കൻറ്റ്. നമ്മൾ ഒരു ലൂബ്രിക്കൻറ്റിൻ്റെ അനിലിൻ പോയിന്റ് കണ്ടുപിടിക്കുന്നതിനുള്ള ആവശ്യകത എന്താണെന്നാണ്. ടു ഡിറ്റർമൈൻ ആരോമാറ്റിക് ഹൈഡ്രോകാർബൺ കണ്ടൻറ്റ് ഇൻ ലൂബ്രിക്കൻറ്റ്. നമുക്ക് അനിലിൻ പോയിന്റ് വഴി ആ ലൂബ്രിക്കൻറ്റിലുള്ള ആരോമാറ്റിക് കണ്ടൻറ്റ് അറിയാൻ പറ്റും. അതുപോലെ ആരോമാറ്റിക് കണ്ടൻറ്റ് ഡിറ്റീരിയോറേറ്റ്സ് ദ റബ്ബർ പാർട്സ് വിച്ച് ഈസ് ഇൻ കോണ്ടാക്റ്റ് വിത്ത് ലൂബ്രിക്കൻറ്റ്. അതായത് ലൂബ്രിക്കൻറ്റുമായിട്ട് കോണ്ടാക്റ്റ് വരുന്ന റബ്ബർ പാർട്സിനെ ഈ ആരോമാറ്റിക് കണ്ടൻറ്റ് എന്ത് ചെയ്യും, നശിപ്പിക്കും. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ അനിലിൻ പോയിന്റ് വഴി അറിയാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് പ്രോപ്പർട്ടീസ് ഓഫ് ലൂബ്രിക്കൻസ്. ഇതിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത്, ഒന്ന് സിഗ്നിഫിക്കൻസ് ഓഫ് വിസ്കോസിറ്റി ഇൻഡെക്സ്, പിന്നെ അനിലിൻ പോയിന്റ് നമ്മൾ എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്, അതിൻ്റെ നീഡ് എന്താണ്, പിന്നെ അതുപോലെ തന്നെ ഈ 6 പ്രോപ്പർട്ടീസും എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കും. അതായത് വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ എന്ന് ചോദിക്കും. അപ്പം ഇതെല്ലാം പഠിച്ചുകൊണ്ട് പോവുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്